വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് ഷിയോൺ സജി മ്യൂസിക്. ആൻഡ് ഇന്നും ഒരു വ്യത്യസ്തമായ ഒരു സാധനമാണ് വ്ളോഗിൽ വരുന്നത്. ബിക്കോസ് സെക്രട്ടേറിയറ്റിൻ്റെ കാര്യം നിങ്ങൾക്ക് എന്നെ കാണുന്ന ഒരു 25% ആൾക്കാർക്കെങ്കിലും അറിയായിരിക്കും. അമ്മ എവിടെയാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് ഞാൻ കളിച്ച് വളർന്ന സ്ഥലമായിട്ട് അങ്ങനെ പറയാൻ പാടില്ല, എന്നാലും അങ്ങനെയുള്ളൊരു സ്ഥലമാണ് എനിക്ക്. ബിക്കോസ് ഓൾ ത്രൂ മൈ ലൈഫ് ഐ ഹവ് കെയിം ഹിയർ, ഐ ഹവ് ബീൻ വിത്ത് ദിസ് പീപ്പിൾ ഹിയർ. എല്ലാ കാര്യങ്ങളും അറിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഭയങ്കര ചേഞ്ച് ഉള്ളൊരു കാഴ്ചയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ പോകുന്നത്. സർക്കാർ ഉദ്യോഗസ്ഥർ അവരുടെ പ്രഷറും അവരുടെ പ്രോബ്ലംസും അവരുടെ ഈ ജോലി തിരക്കും കാര്യങ്ങളും ഒക്കെ അതിൻ്റെ ഇടയ്ക്ക് അവർക്കായിട്ടൊരു സമയം കണ്ടെത്തി ഒരു ചെറിയൊരു കൂട്ടായ്മ ഉണ്ടാക്കിയിട്ട് അവരുടെ ജോലിക്ക് ഒരു രീതിയിലും ഒരു ഹിൻഡ്രൻസ് ഉണ്ടാവാതെ അവരുടെ ഡെയിലി വർക്ക്സിന് അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ പണിക്കൊന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാതെ അവരൊരു കൂട്ടായ്മ, സ്നേഹക്കൂടെന്നും പറഞ്ഞിട്ടൊരു കൂട്ടായ്മ ഉണ്ടാക്കിയേക്കാണ്. അത് സെക്രട്ടേറിയറ്റിലെ പ്ലാനിംഗ് ഡിപ്പാർട്ട്മെൻറ്റാണ് ചെയ്തേക്കുന്നത്. ഇപ്പോൾ മാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ച പ്ലാനിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓഫീസ് സെക്ഷനിൽ ഇവരെല്ലാവരും കൂടെ ഒത്തുകൂടി കുറച്ച് പാട്ടും, ഡാൻസ് ഇല്ലെന്ന് തോന്നുന്നു, കുറച്ച് പാട്ടും സംസാരവും അങ്ങനത്തെ കാര്യങ്ങളും കുറച്ച് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ടോക്സും അതല്ലെന്നുണ്ടെങ്കിൽ ചില മെസ്സേജുകളൊക്കെ കൺവേ ചെയ്തുകൊണ്ടൊക്കെ ഉള്ള പരിപാടിയായിട്ട് ഇങ്ങനെ ചെയ്തു വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കതൊന്ന് കണ്ടിട്ട് വരാം. മീറ്റിംഗാണ് ഇന്ന് നടക്കുന്നത്. അപ്പം ഈ മീറ്റിങ്ങിലേക്ക് ആസൂത്രണ സാമ്പത്തിക വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി ഷൈനി മാഡം, BP ഡയറക്ടർ മനോജ് സാറ്, പിന്നെ നമ്മുടെ ശൈലജ മാഡം, പിന്നെ അണ്ടർ സെക്രട്ടറിമാരായ മഞ്ജു മാഡം, സ്മിത മാഡം ഇന്നില്ല, മാഡം മനോജ് സാറെ, ബാക്കി ഇവിടെ കൂടിയിട്ടുള്ള എല്ലാ സഹപ്രവർത്തകരെയും പിന്നെ ചേച്ചി ശ്യാമള ചേച്ചി എന്നിവരെ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഇവർക്ക് എല്ലാ സ്നേഹക്കൂടിനും ഓരോ ടോപ്പിക്കും തീമും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ ഇവരുടെ തീമെന്ന് പറയുന്നത് ഒന്ന് വയനാട് ഇഷ്യൂവും, പിന്നെ രണ്ടാമതായിട്ട് ഇവരുടെയൊക്കെ സുപ്പീരിയർ ഓഫീസറും വളരെ സ്നേഹിക്കപ്പെട്ട ആളുമായിട്ടുള്ള എൻ്റെ അമ്മ, അവിടുത്തെ സ്പെഷ്യൽ സെക്രട്ടറി ട്രാൻസ്ഫർ ആയി പോവുകയാണ്. അപ്പം അതും കൂടെ ചേർത്തിട്ടാണ് ഇന്നത്തെ യോഗം. ഷൈനി മാഡായിരുന്നു. ഇനി അങ്ങനെ ഒരു മാഡത്തിനോട് തോടിച്ചെല്ലാൻ മാഡം ഇവിടെ ഇല്ല. അതൊരു വലിയ സങ്കടകരമായ കാര്യമാണ്. എന്നിരുന്നാൽ തന്നെയും മാറ്റം അനിവാര്യമായതിനാൽ മാഡം ഇനി പുതുതായി നിയമിതയാകുന്ന സെക്രട്ടറിയായി ബാലാവകാശ കമ്മീഷൻ സെക്രട്ടറിയായി പോകുന്നിടത്ത് എല്ലാവിധ ആശംസകളും എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൂടാതെ മാഡം എത്രയും വേഗം തിരിച്ച് പ്ലാനിങ്ങിൽ തന്നെ റീജോയിൻ ചെയ്യണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു. 35ഓളം പേരാണ് ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ അമ്മയ്ക്ക് കീഴിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവരെല്ലാവരും കൂടെ തന്നെ ചേർന്നിട്ടാണ് കേട്ടോ ഈ ഒരു കൂട്ടായ്മ ഒത്തുചേർത്ത് കൊണ്ടുവരുന്നത്. ആൻഡ് ദിസ് ഇസ് ജസ്റ്റ് അമേസിങ് ഗൈസ്. ലോകം മുഴുവൻ സുഖം പകരാനാ സ്നേഹദീപമേ മിഴി തുറക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. കഥന നിവാരണ കനിവിൻ ഉറവിൽ കാട്ടിൻ നടുവിൽ വഴിതെളിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. ഇവരുടെയൊക്കെ ഒരു വർക്ക് ടൈമിൻ്റെ ഒരു അംശം പോലും കളയാതെ അവരുടെ ലഞ്ച് ബ്രേക്ക് സമയം, അവരുടെ ആഹാരം കഴിപ്പിൻ്റെ സമയമൊക്കെ ഒരു 5 മിനിറ്റിൽ ഒതുക്കി എല്ലാവരും ഓടി വന്നത് ഈ ഒരു കൂട്ടായ്മയ്ക്ക് വേണ്ടി വളരെ സന്തോഷത്തോടു കൂടി നിൽക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. ഒരു കൂട് എന്ന് പറയുമ്പോൾ അത് വീടാകാം, അത് കോൺക്രീറ്റ് ബിൽഡിംഗ് ആവാം, ഓലപ്പുരയാവാം, പലത് ടെൻ്റാവാം, പലതാവാം. പക്ഷെ അവർക്ക് സംരക്ഷണ കിട്ടുന്നതാണ് കൂട്. മഴ നനയത്തില്ല, വെയിൽ കൊള്ളത്തില്ല. അപ്പം ആ കൂട് നിങ്ങൾ പൊളിച്ച് കളയരുത്. അതെൻ്റെ ഒരു റിക്വസ്റ്റാണ്, ഒരിക്കലും ഓർഡറല്ല, റിക്വസ്റ്റാണ് എൻ്റെ സഹോദരങ്ങളോട്, എൻ്റെ കുഞ്ഞുങ്ങളോട്. എന്നെക്കാളും മുതിർന്ന മനോജ് സാറുണ്ട്. മനോജ് സാറിൻ്റെ അടുത്തും ഞാൻ പറയുകയാണ്. കാര്യം BP ഡയറക്ടറായിരുന്ന ശ്രീകുമാർ സാറിനെ ഞാൻ ഈ തരുണത്തിൽ ഓർക്കുകയാണ്. ഞാൻ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തില്ല പ്ലാനിങ്ങിൽ നിന്ന് റിട്ടയർമെൻറ്റിന് മുമ്പ് കടന്നു പോകേണ്ടി വരുമെന്ന്. പക്ഷേ തികച്ചും അപ്രതീക്ഷിതമായിരുന്നു. എങ്കിലും നമ്മുടെ ACS എന്നോട് പറഞ്ഞു, ഷൈനി ഒത്തിരി ക്രൈസിസിലൂടെയാണ് കടന്നു പോയത്. അടുത്ത ചീഫ് സെക്രട്ടറി ആവാൻ പോകുന്ന ശാരദാ മുരളീധരൻ
IAS ആണ് എന്നോടിത് പറഞ്ഞത്. അതെനിക്ക് ഭയങ്കര സന്തോഷമായി. ഒത്തിരി ക്രൈസിസിലൂടെയാണ് ഷൈനി കടന്നു വന്നത്. അപ്പോൾ ഇനി ബാലാവകാശ കമ്മീഷനിൽ പോകുമ്പോൾ ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഷൈനിക്ക് സാധിക്കും. ഷൈനിക്ക് അങ്ങനെ സാധിക്കുമെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഒരു പ്രചോദനം കിട്ടി. സത്യമായിട്ട് ഞാൻ വളരെ ഷാറ്റേഡായിരുന്നു. പക്ഷെ എനിക്ക് ഭയങ്കര പ്രചോദനം കിട്ടി. കാര്യം നീതി നടപ്പിലാക്കാൻ കഴിയുമെങ്കിൽ, ബോൾഡായിട്ട് തീരുമാനമെടുക്കാൻ കഴിയുമെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് എന്ന് എനിക്ക് തോന്നി. നമ്മുടെ അണ്ടർ സെക്രട്ടറി മനോജ് അവിടെ വന്നിട്ട് ഓടിക്കതച്ച് വന്നിട്ട് എന്നോട് ചോദിച്ചു, മാഡം എന്തുവാ കേട്ടത്, ട്രാൻസ്ഫറോ? ഞാൻ പറഞ്ഞില്ല മനോജ്, ഇങ്ങനെയൊക്കെ പറയുന്നു. ഞാൻ നോക്കിയപ്പോൾ ആ കണ്ണ് നിറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് എന്നെക്കുറിച്ചൊരു അഭിമാനം തോന്നി. ഞാൻ സ്വയം പുകഴ്ത്തൽ SP അടിക്കുകയല്ല, എന്നെക്കുറിച്ച് എനിക്കൊരു അഭിമാനം തോന്നി. കാര്യം ഒരാളുടെ ഹൃദയത്തിലെങ്കിലും സ്ഥാനം പിടിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിനൊരർത്ഥമുണ്ടായി എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അല്ലെങ്കിൽ മനോജ് ഒരിക്കലും അങ്ങനെ ഓടിയില്ല, ഏതാണ്ട് വെപ്രാളപ്പെട്ട് ഓടി വന്നാണ് എന്നോട് ചോദിക്കുന്നത്. ഒരു സഹോദരി എന്നാണോ അമ്മയെന്നാണോ എന്നെ കാണുന്നത് എനിക്കറിയില്ല. പക്ഷെ ഞാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ മനോജിൻ്റെ ഉള്ളിൽ ഭയങ്കര ഞെട്ടലും വേദനയും ഉണ്ടായി. അതുപോലെ ഓരോരുത്തരും എൻ്റെ അടുത്ത് വന്ന് ഒത്തിരി പേര് സംസാരിച്ചു. അവർക്കെല്ലാം, പ്രത്യേകിച്ച് എൻ്റെ ഓഫീസിൽ, എൻ്റെ ആ ക്യാബിനിൽ എനിക്ക് 2 ചിറകുകളുണ്ട്. ഞാനൊരു പക്ഷിയാണെങ്കിൽ എൻ്റെ 2 ചിറകുകളെ പോലെ, നടക്കാൻ കാലുകളാണെങ്കിൽ 2 കാലുകളെ പോലെ 2 പേരുണ്ടായിരുന്നു എനിക്ക്. അവർക്ക് വലിയ വേദനയാണ്. ഞാൻ പത്മജിയും ജലതയും ഞാനും ഒന്നിച്ചിറങ്ങണം, ഒന്നിച്ചൊരു കൂരക്കീഴിൽ നിന്നിറങ്ങണം എന്നാഗ്രഹിച്ചിരുന്നു. അത് നടന്നില്ല. ദൈവം അതിന് അവസരം തരുവാണെങ്കിൽ തുടർന്നും അങ്ങനെ ആവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ അത് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. നടക്കുന്നെങ്കിൽ നടക്കട്ടെ, ഇല്ല എങ്കിൽ വേണ്ട. പക്ഷേ എവിടെ ചെന്നാലും നിങ്ങൾ ഓരോരുത്തരും ഓർക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ പ്ലാനിങ്ങിലല്ല വേറെ എവിടെയാണെങ്കിലും നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, നിങ്ങളെ നിങ്ങൾ ആരാക്കി മാറ്റി. നിങ്ങളുടെ മുമ്പിൽ വരുന്നവർക്ക് നിങ്ങൾ ആരാകുന്നു. വേദനയിൽ ഒരു പെയിൻ കില്ലറായി, മുറിവ് വരുന്നിടത്ത് മുറിവ് വെച്ച് കെട്ടുന്നവനായി, ആശ്വാസം തേടി വരുന്നവർക്ക് ആശ്വാസം നഷ്ടപ്പെടുത്തുകയല്ല, ആശ്വാസം പകരുവാൻ തോളിലൊരു തട്ടെങ്കിലും കൊടുത്ത് അവരെ ഒന്ന് ആശ്വസിപ്പിക്കാൻ കഴിയുന്നവരായോ നിങ്ങൾ ആ രീതിയിലേക്ക് ആക്കി മാറ്റിയോ എന്ന് നിങ്ങൾ ഓരോരുത്തരും സ്വയം ഒന്ന് പരിശോധിക്കുക. നിങ്ങൾ തന്ന എല്ലാ സഹകരണത്തിനും നന്ദിയും സ്നേഹവും അർപ്പിക്കുകയാണ്. തുടർന്ന് നിങ്ങൾ വീണ്ടും ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്, ഈ കൂട് നിങ്ങൾ പൊളിച്ച് കളയരുത്. ഞാനങ്ങ് പറന്നു പോകുന്നു, പക്ഷേ ഞാൻ തിരിച്ചു വരും. നിങ്ങൾ എല്ലാ മാസവും എനിക്ക് വരാൻ പറ്റുമോ എന്നറിയത്തില്ല, പക്ഷേ ഞാൻ ഈ കൂടുണ്ടോ ഇവിടെ എന്നൊന്ന് അന്വേഷിച്ച് നോക്കും. ഹാർട്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയായിരുന്നു. നമ്മളുടെ ഈ ചെറിയ കൂട്ടായ്മയ്ക്കും അതേപോലെ ഒരു ആഘാതമാണ് കഴിഞ്ഞ ദിവസം ഷൈനി മാഡത്തിൻ്റെ ട്രാൻസ്ഫർ കൊണ്ടുവന്നെന്നുള്ളത് എനിക്ക് വളരെ അർത്ഥശങ്കയില്ലാതെ പറയാൻ സാധിക്കും. കാരണം എത്രത്തോളം സ്നേഹം ബാക്കിയുള്ളവർക്ക് മാഡത്തിനോടുണ്ടായിരുന്നു, മാഡം ബാക്കിയുള്ളവരെ എങ്ങനെ കണ്ടിരുന്നുവെന്നും ഈ ചുരുങ്ങിയ കാലയളവ് കൊണ്ട് മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചു. നേരത്തെ പറഞ്ഞ പോലെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നുപോയ ഒരു വ്യക്തി എന്ന നിലയിൽ ഇതൊക്കെ സുഖമായി തരണം ചെയ്യാൻ പറ്റുന്ന പ്രതിസന്ധിയാണ്. പിന്നെ ഇടയ്ക്ക് പറഞ്ഞതുപോലെ, മാഡം പറഞ്ഞതുപോലെ ഷീ വിൽ ഡെഫിനറ്റ്ലി കം ബാക്ക് എന്നുള്ളത് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അതുകൊണ്ട് ഇതൊരു താൽക്കാലികം മാത്രമായിരിക്കും. പക്ഷേ പോകുന്ന സ്ഥലവും ഓഫ് കോഴ്സ് ബാലാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർട്ട്ഫോളിയോ ആണ്. അവിടുത്തെ സെക്രട്ടറി എന്ന് പറയുമ്പോൾ ഒരുപാട് നല്ല കാര്യങ്ങൾ, കാരണം ബാലവേല ഉൾപ്പെടെ നമ്മളുടെ ഇവിടുത്തെ ആ മേഖലയിലുള്ള കുട്ടികൾ അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരം നമുക്കിന്നും കാണാൻ പറ്റിയിട്ടില്ല. അപ്പം അതിനൊക്കെ ഒരുപാട് ക്രിയാത്മകമായ ഒരു സമീപനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം ജീവിതാനുഭവങ്ങൾ ഒരുപാടുണ്ടായ ഒരു വ്യക്തിയാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര അഭിമാനം തോന്നുന്നൊരു നിമിഷമായിരുന്നു. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നത്. സ്ഥിരം അമ്മ ചെല്ലണമെന്ന് പറയുകയും അവിടെ ചെന്ന് നീ ഒരു പാട്ടൊക്കെ പാടണോ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഞാൻ പോവാറില്ല മാക്സിമം. പക്ഷേ എന്നാൽ ഈ ഒരു ദിവസം ചെന്നു,
ആൻഡ് ലാസ്റ്റ് ഡേ ആണ് അമ്മയുടെ പ്ലാനിങ് ഡിപ്പാർട്ട്മെൻറ്റിലത്. അപ്പോൾ ആൾക്കാരൊക്കെ പറയുന്നത് കേൾക്കാനും അമ്മയെപ്പറ്റി പറയുന്നത് കേൾക്കാനും ഓരോരുത്തരും ഭയങ്കര ഇമോഷണലായിട്ട് കണ്ണ് നിറഞ്ഞ് ഒരു യാത്രയപ്പ് കൊടുക്കുന്നത് കണ്ടപ്പോഴുമൊക്കെ ശരിക്കും ഭയങ്കരമായിട്ടൊരു മൈൻഡ്ഫുള്ളായിട്ടുള്ളൊരു സിറ്റുവേഷനായിരുന്നു എനിക്കുണ്ടായത്. വളരെ സന്തോഷം തോന്നി. ഓഗസ്റ്റ് 7 എന്ന് പറയുന്നത് എൻ്റെ ബ്രദറിൻ്റെ ബർത്ത്ഡേ ആണ്. എൻ്റെ ബ്രദർ മരിച്ചു പോയിട്ട് ഇപ്പോൾ 2012 മരിച്ചു പോകുന്നത്. 12 വർഷം തികയാണ്. അപ്പോൾ ചേട്ടൻ്റെ 33ാമത്തെ ബർത്ത്ഡേ ഇൻ ഹെവൻ ആണ് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് ആർക്കെങ്കിലും ഒരാൾക്കൊരു സഹായം ചേട്ടനുണ്ടായിരുന്നെങ്കിൽ അമ്മ സ്പെൻഡ് ചെയ്യുന്ന പൈസയുടെ ഒരു ഭാഗം ഒരാൾക്കെങ്കിലും കൊടുക്കണം എന്ന് പറഞ്ഞിട്ടൊരു ആഗ്രഹത്തിൽ നമ്മുടെ സെക്രട്ടേറിയറ്റിൽ തന്നെ ട്രാഫിക് വാർഡനായിട്ടുള്ള ശ്യാമള ആൻറ്റിക്ക് അമ്മ ഒരു ചെറിയൊരു സഹായം എന്നല്ല, ചെറിയൊരു ഗിഫ്റ്റ് കൊടുക്കുകയായിരുന്നു. അതും കൂടെ ഈ ചടങ്ങിൻ്റെ ഇടയിൽ നടത്തുകയായിരുന്നു കേട്ടോ. ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നൊരു ലേഡിയാണ് അവർ. ലൈക്ക് ഫാമിലി വൈസ് വളരെ ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു ആൻറ്റി. ഷീ ഈസ് റിസീവിങ് ദിസ് പ്രൈസ് a gift from my mom, and that was also a very happy and heartfelt moment for me. മേഡം നമ്മളെ വിട്ട് പോകണേല് പ്രയാസമുണ്ട്. പക്ഷേ എനിക്കറിയില്ല. ഇത് കേട്ട നേരത്തെ മേഡം പറഞ്ഞില്ലായിരുന്നു, രാത്രി എന്നെ വിളിച്ചപ്പോഴും പറഞ്ഞില്ലായിരുന്നു എന്താണ് കാര്യം. ഞാൻ പെട്ടെന്ന് ഊഹിച്ചത് മേഡത്തിൻ്റെ മകൻ്റെ ഒരു ഇതാണ് ഞാൻ പെട്ടെന്ന് ഊഹിച്ചത്. പക്ഷെ അതുപോലെ മേഡം ഇവിടെ വന്നപ്പോഴും അതാണ് പറഞ്ഞത് ആദ്യം. പിന്നെ മേഡം പോകണം എന്നുള്ളത് പറഞ്ഞത്. പിന്നെ എനിക്കെന്തോ ഒന്നും പിന്നെ പറയാൻ പറ്റും. അതിനേക്കാൾ വലിയൊരു കാര്യം, ഈ അടുത്ത് എൻ്റെ ഒരു സുഹൃത്ത് ഇവിടെ ജോയിൻ ചെയ്തൊരു സുഹൃത്ത് വേറൊരാളോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടതാണ്. പറഞ്ഞു കേട്ടതുപോലെയൊന്നും അല്ല അവർ നന്നായി കാര്യങ്ങൾ കൊണ്ടുപോകുന്ന ഒരാളാണ് എന്ന് ഇവിടെ ഈ അടുത്ത കാലത്ത് ജോയിൻ ചെയ്തൊരു സുഹൃത്ത്, ഈ അടുത്ത കാലത്തല്ല കുറച്ച് നാൾ മുമ്പ് ജോയിൻ ചെയ്തൊരു സുഹൃത്ത് വേറൊരു സുഹൃത്തിനോട് സംസാരിക്കുന്നത്. അപ്പം ദൂരം നോക്കുമ്പോൾ നമുക്ക് അങ്ങനെ പലർക്കും തോന്നിയിട്ടുണ്ടാവാം. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പം നമ്മൾ ഓരോരുത്തരോടും വഴക്ക് പറയേണ്ടപ്പോൾ എന്നെ വഴക്ക് പറഞ്ഞിട്ടുണ്ട്, ഞാനും മഴയുടെ വഴക്കുണ്ടായിട്ടുണ്ട്, ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ശാസിക്കേണ്ടിടത്ത് നന്നായി ശാസിച്ചിട്ടുണ്ട്. പക്ഷേ നമുക്കൊരു പേഴ്സണലായിട്ടൊരു വിഷയം വരുമ്പോഴോ, ഇപ്പോൾ തന്നെ നിയമസഭയിൽ ഞാൻ പലതവണ മാഡത്തിന് ഇപ്പോൾ 4 വർഷം SO ആയിട്ടും പിന്നെ ഇപ്പോഴും പോയിട്ടുണ്ട്. അവിടെ ചെല്ലുമ്പോൾ പലപ്പോഴും സബ്ജക്റ്റ് കമ്മിറ്റി അതുപോലുള്ളതൊക്കെ നമ്മുടെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ചകൾ മൂലം അവിടെ ഉണ്ടാകുന്നൊരു സിറ്റുവേഷനുണ്ട്. വളരെയധികം MLA-മാർ ശാസിക്കുക അല്ലെങ്കിൽ ആ ഒരു അവിടെ നമ്മളൊരു ഹ്യൂമിലിയേറ്റഡായി നിൽക്കുന്ന അവസ്ഥയുണ്ടാവും. പക്ഷേ അപ്പോൾ നമ്മൾ തിരിച്ചു വരുമ്പോൾ ഞാൻ വിചാരിക്കും മാഡം ഇവിടെ വന്നിട്ട് ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് വരും. പക്ഷെ ഒന്നും ചെയ്യില്ല, ജസ്റ്റ് ഒന്ന് വിളിച്ച് പറയും. നമ്മൾ പല ഓഫീസേഴ്സിൻ്റെയും കൂടെ വർക്ക് ചെയ്തിട്ടുള്ളവരാണ്. പലരും അങ്ങനെയല്ല ചെയ്യുന്നത്. അത് ഉടനെ എഴുതി മുകളിലോട്ട് എഴുതി ആ ആളിനൊരു പണി വാങ്ങിച്ചു കൊടുക്കുക. പക്ഷേ അങ്ങനൊരു ശീലം നമ്മളെല്ലാം മാഡം നേരത്തെ പറഞ്ഞ പോലെ ഒരു മൂത്ത സഹോദരി അല്ലെങ്കിൽ ഒരു അമ്മ എങ്ങനെ ശാസിക്കുന്നു അതുപോലെ ശാസിക്കാറുണ്ട്. അത് പിന്നെ അതുപോലെ നമുക്കിപ്പോൾ പേഴ്സണലായിട്ട് എന്തെങ്കിലും ഒരു വിഷയം വരികയാണെങ്കിലും എന്നെ സംബന്ധിച്ച് പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ എൻ്റെ ഒരു മുഖത്തൊരു ചെറിയ മാറ്റം വന്നാൽ പോലും എന്നോട് ചോദിക്കുമായിരുന്നു, മനോജ് ശ്രദ്ധിക്കുന്നില്ല, എന്ത് പറ്റി? അങ്ങനെയൊക്കെ ശ്രദ്ധിക്കുന്ന ശരിക്കും ഒരു മൂത്ത സഹോദരിയായിട്ടാണ് മാഡം ഉണ്ടായിരുന്നത്. പിന്നെ മാഡത്തിന് ഇന്നത്തെ ദിവസത്തിൻ്റെ ആ ഒരു പ്രത്യേകതയെക്കുറിച്ച് പറയുമ്പോൾ മാഡത്തിൻ്റെ ഇപ്പം നിങ്ങൾ കാണുന്ന കാഴ്ച അതിൽ മനോഹരമായിട്ടുള്ള ഒന്നാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എല്ലാ മാസവും ഇവർ ഒത്തുകൂടുന്ന സമയത്ത് തന്നെ ആ ഒത്തുകൂടുന്ന മാസത്തിൽ ആരുടെയെങ്കിലും ഒരു ബർത്ത്ഡേ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ബർത്ത്ഡേക്കാരിക്കോ ബർത്ത്ഡേക്കാരനോ ഒരു ചെറിയ സമ്മാനം ഈ സ്നേഹക്കൂടിൻ്റെ വക അവർ നൽകുകയാണ്. എന്നേക്കും ജീവിതകാലം മുഴുവൻ ഓർത്തിരിക്കാനായിട്ടുള്ളൊരു സംഭാവനയായിട്ട് ഒരു ചെറിയൊരു സമ്മാനം. ഇപ്പോൾ ഒരു ചെറിയൊരു ക്യൂരിയോ ആയിക്കോട്ടെ, പക്ഷേ അത് എല്ലാ കാലത്തും അവരുടെ മനസ്സിൽ ഓർത്ത് വെച്ച് അവർക്കിത് കാണുമ്പോഴത്തേക്കോ എനിക്കിങ്ങനൊരു കൂട്ടായ്മ ഉണ്ടായിരുന്നു എൻ്റെ ഓഫീസിൽ, എൻ്റെ സഹപ്രവർത്തകർക്ക് ഇടയിൽ നിന്ന് എനിക്കിങ്ങനൊരു സാധനം കിട്ടിയിട്ടുണ്ട് എന്നുള്ളൊരു സന്തോഷം അവരുടെ മനസ്സിൽ കൊടുക്കുന്ന രീതിയിലുള്ളൊരു സംഭവമായിരുന്നു. ആൻഡ് ജലജയന്തിയാണ് ഇപ്പോൾ ജലജയന്തി ഏറ്റുവാങ്ങുന്നത്. ജലജയന്തിയാണ് ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുന്നത് അമ്മ അവിടെ നിന്ന് പോകുന്നതിൽ. കാരണം ജലജയന്തി അമ്മയുടെ അസിസ്റ്റൻ്റ് ആയിരുന്നു, അമ്മയുടെ ഓഫീസ് അസിസ്റ്റൻ്റ് ആയിരുന്നു. ആൻഡ് ബാക്കിയുള്ളവരും ഏറ്റുവാങ്ങുന്നു. എല്ലാവരും വളരെ ഒരു അപ്പോൾ പരിപാടിയൊക്കെ കഴിഞ്ഞു, വീട്ടിലെത്തി. അമ്മ അടുത്ത സ്ഥലത്ത് പോയി ജോയിൻ ചെയ്തു.
പിന്നെയും ഒരുപാട് സെൻഡ് ഓഫുകൾ ഓരോരോ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്ന്. കാരണം ഒരുപാട് മേഖലകളുടെ ഡയറക്ടർ ബോർഡ് അംഗവും ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻ, എനിക്കറിയില്ല, അങ്ങനെ ഒരുപാട് പോസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഒരു ദിവസം മുഴുവനായിട്ടുള്ള സെൻഡ് ഓഫ് പാർട്ടികളും ഒക്കെ കഴിഞ്ഞ് അമ്മ അടുത്ത സ്ഥലത്ത് പോയി ജോയിൻ ചെയ്തു. ആൻഡ് ചിലപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഒരു ന്യൂസും കാര്യങ്ങളും കണ്ടിട്ടുണ്ടാവും എന്തുകൊണ്ടാണ് അമ്മയ്ക്ക് പെട്ടെന്ന് ഒരു ട്രാൻസ്ഫർ വന്നത് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ളത്. ആൻഡ് ഗൈസ്, ദിസ് ഇസ് സംതിങ് അമേസിങ്. എല്ലാവരും കണ്ടുപഠിക്കേണ്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നി. ഞാൻ എപ്പോഴും പറയാറുണ്ട്, എൻ്റെ റീൽസിൽ, എൻ്റെ വ്ളോഗ്സിൽ ഞാൻ എന്തെങ്കിലും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സാധനം, ഒരു മെസ്സേജ് അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഇങ്ങനെയും ചെയ്യാം ചില കാര്യങ്ങൾ എന്നുള്ള രീതിയിലുള്ളൊരു സാധനമായിരിക്കും കൊണ്ടുവരിക. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കണ്ട. ഓൾസോ ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ് യുവർ വ്യൂസ് ഓൺ ദിസ് വീഡിയോ. അപ്പോൾ ബൈ till another video from Shion Saji Music.